എന്താണ് ഖുർആൻ്റെ പ്രിസർവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിസർച്ച് ചെയ്ത സമയത്ത് കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഖുർആൻ്റെ ഒരുപാട് മാനുസ്ക്രിപ്റ്റ്സുകളുണ്ട്. ഈ മാനുസ്ക്രിപ്റ്റ്സുകളെല്ലാം ഉസ്മാൻ അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന്, അല്ലെങ്കിൽ ഉസ്മാൻ അള്ളാഹു ഉണ്ടാക്കിയ മുസ്ഹഫിൽ നിന്ന് പകർത്തി എഴുതിയതാണ് എന്നുള്ളതിന് എവിഡൻസ് ആയിട്ട് പറയാറുള്ളതെന്ന് വെച്ചാൽ, ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റ്സുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ മാനുസ്ക്രിപ്റ്റ്സുകളെല്ലാം ഒരേപോലെയാണ്. ഒരേപോലെ വെച്ചാൽ അതിലെ വാക്കുകൾ സെയിം ആണ് എന്നല്ല, ആ വാക്കുകൾ എഴുതിയിരിക്കുന്ന രീതികളടക്കം സെയിം ആണ് എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ഇവർ പകർത്തി എഴുതിയപ്പോൾ അത്രയും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അക്ഷരം പോലും, കാരണം ഒരേ വാക്കാണ്, അത് വേറെ രീതിയിൽ എഴുതിയാലും അതങ്ങനെ തന്നെ വായിക്കുള്ളൂ, പക്ഷെ എന്നിട്ടും അതേ രീതിയിൽ തന്നെ എഴുതുന്നു എന്നുള്ളത്. രണ്ട്, ഇത് ഇൻഡിപെൻഡന്റ് ആയി വേറെ സ്രോതസ് ഒന്നും എഴുതിയാൽ കിട്ടില്ല. ഇപ്പൊ ഒരാൾ ഫാത്തി ഓതുന്നത് കേട്ട് ഞാൻ എഴുതിയാൽ ഇത് കിട്ടില്ല. മുസ്ലിം തന്നെ ഡയറക്റ്റ് കോപ്പി അടിക്കണം. കാരണം ഫാത്തി ഓതുന്നത് ഓത്ത് ഏത് രീതിയിലും എഴുതാം, മറിച്ച് അതേ ഫോണ്ടിൽ എഴുതണമെങ്കിൽ അതിൽ നിന്ന് ഡയറക്റ്റ് കോപ്പി അടിച്ചതായിരിക്കണം എന്നുള്ളതാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അൺമാസ്കിംഗ് അനോമലീസ് ചെയ്തിട്ടുള്ള ഖുർആൻ പ്രിസർവ്ഡ് ആണ്, ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അത് ഇറങ്ങിയ കാലം മുതൽ ഈ കാലം വരെ അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ നടത്തിയ 1-2 വീഡിയോകളുടെ ഒരു റിയാക്ഷൻ ആയിട്ടാണ്, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാനാണ് കരുതുന്നത്. വിശുദ്ധ ഖുർആന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണല്ലോ നമ്മളുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകത്തിൽ ചില വരികൾ കണ്ടപ്പോൾ അത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെ വളരെ സംക്ഷിപ്തമായി അതിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ കാര്യത്തെയാണ് കൃത്യമായി ഞാൻ സമർത്ഥിക്കാനും തെളിയിക്കാനും പോകുന്നത്. ഇതൊക്കെ ഇസ്ലാമിക പണ്ഡിതർ മനസ്സിലാക്കിയിട്ടുണ്ട്, അവർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ പോകുന്നത് എന്നൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി ആ ഒരു സംക്ഷിപ്ത രൂപം ജസ്റ്റ് ഒന്ന് വായിക്കാമെന്ന് കരുതി. ഇത് ഹിജാസുൽ ഹക്ക്, സിദ്ദീഖ് പി എന്നീ 2 പേര് എഴുതിയ ഒരു പുസ്തകമാണ്, ബോധിഹിറ. ഇതിൽ ഹിജാസ് ആണ് ഇതിൻ്റെ പ്രധാന എഴുത്തുകാരൻ. അദ്ദേഹം ഇസ്ലാമികമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്ത് എഴുതിയുണ്ടാക്കിയതാണ്. അദ്ദേഹം പിന്തുടരുന്ന ഒരു സൂഫി മാർഗത്തിലേക്ക് അനുയോജ്യനായ ഒരു പ്രവാചകനെ കണ്ടെത്തുവാൻ വേണ്ടി നടത്തിയൊരു യാത്രയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള യാത്രയിൽ അങ്ങനെയുള്ള അദ്ദേഹം തേടുന്ന അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കനിയായ, അദ്ദേഹത്തിനൊരു മഹദ്ഗുരുവായി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു മുഹമ്മദ് നബിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അദ്ദേഹം കണ്ടെത്തിയ ചില കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹിജാസുൽ ഹക്കിൻ്റെ ബോധിഹിറ എന്ന പുസ്തകത്തിൻ്റെ 336-ാം പേജിൽ ഒരു ഭാഗമുണ്ട്, നബിയുടെ ഖുർആനും ഭരണകൂട മുസഹഫും. അതാണ് അതിൻ്റെ ഹെഡിങ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ പൊളിറ്റിക്സ്, രാഷ്ട്രീയമാണ് ഇതിനെ നിലനിർത്തിയത്, ആ രാഷ്ട്രീയക്കാൾ ഇതിലുണ്ടെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഞാൻ പലരോടും പറയാറുണ്ട്, ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് എന്നതിൽ രാഷ്ട്രീയ കളികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, വലിയ ഇതുണ്ടെന്നുള്ളത്. ആ രാഷ്ട്രീയ ഇടപെടലുകൾ എല്ലാത്തിലും നടന്നിട്ടുണ്ട്. അത്തരം രാഷ്ട്രീയ ഇടപെടലുകൾ ഇദ്ദേഹം കണ്ടെത്തി, ഹിജാസ് കണ്ടെത്തിയിട്ട് അദ്ദേഹം തൻ്റെ ബോധിഹിറ എന്ന മുഹമ്മദ് നബിയെ കുറിച്ച് അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തിന്റെ ഒരു ഭാഗത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇനി അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഖുർആൻ ശ്രുതി സൂക്തങ്ങൾ നബിയുടെ കാലത്തെ ചിലർ രേഖപ്പെടുത്താറുണ്ടായിരുന്നു. സമാഹരണ പ്രവൃത്തി ഖലീഫ അബൂബക്കറാണ് ആരംഭിച്ചത്. ആ സ്മൃതി സൂക്തങ്ങളെ മുസഹഫ് എന്നാദ്യം വിളിച്ചതും അദ്ദേഹം തന്നെ. എന്നാൽ പൊതുജനത്തിനിടയിൽ ഗ്രന്ഥം പരസ്യമാക്കിയില്ല. നബിയുടെ കാലത്ത് ഖുർആൻ എന്നല്ലാത്ത വേറൊരു വിളിപ്പേരുമില്ല. സമാഹരണം ഖലീഫ ഉസ്മാൻ പ്രകാശനം ചെയ്തതോടെ ഔപചാരിക മുസഹഫായി. അബൂബക്കറിൽ നിന്ന് ഉമർ വഴി ഉമർ പുത്രിയും നബി സഖിയുമായ ഹഫ്സ വശമെത്തിയ മുസഹഫ് അപ്പടി പ്രസിദ്ധീകരിക്കുകയായിരുന്നില്ല ഉസ്മാൻ. ഖുറൈശി താൽപര്യങ്ങൾക്കും സെയ്ദ് ബിൻ സാബിത്തിന്റെ എഡിറ്റിങ്ങിനും വിധേയമായ ഏകരൂപകൃതി പകർപ്പെടുത്ത് നാനാദിക്കിലും അടിച്ചേൽപ്പിച്ചു. നബി സഖി ആയിഷയുടേതടക്കമുള്ള ഖുർആൻ പതിപ്പുകൾ ഔദ്യോഗികമായി അസാധുവാക്കപ്പെടുകയോ ചാമ്പലാക്കപ്പെടുകയോ ചെയ്തു. ഹഫ്സയുടെ വിയോഗാനന്തരം അവരുടെ പ്രതിയും പിൻ രാജകൂടം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഏതാണ് ഹഫ്സന്റെ പ്രതി? ഉസ്മാൻ ഹഫ്സയുടെ കയ്യിൽ നിന്ന് വരുത്തിച്ച് ഖുർആൻ ക്രോഡീകരിക്കാനും മാതൃകയാക്കിയ കൃതി അത് പിന്നീട് പിടിച്ചെടുത്ത് നശിപ്പിക്കപ്പെട്ടു. ഇത് ഏതെങ്കിലും യമു എഴുതിയതല്ല കേട്ടോ. ഒരു മാനവകുലത്തിന് മാതൃകയായ ഒരു മുഹമ്മദ് നബിയെ തേടി സഞ്ചരിച്ച ഒരാൾ എഴുതിയതാണ്. ഒരു എക്സ് മുസ്ലിം എഴുതിയതല്ല, ഒരു മുർത്തദായ ഒരാൾ എഴുതിയതല്ല. അടുത്തൊരു പാരഗ്രാഫ് വായിക്കാം. എഡിറ്റിങ്ങിന്റെ മാനദണ്ഡം അവർ ആമുഖമായോ ടിപ്പണിയായോ രേഖപ്പെടുത്തിയതേ ഇല്ല. ടിപ്പണി എന്ന് പറഞ്ഞാൽ ഈ വക്കെഴുതുക എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ട്.
അച്ചടിച്ചതിൻ്റെ അല്ലെങ്കിൽ പകർത്തിയതിൻ്റെ ഒക്കെ സൈഡിലൊക്കെ ആയിട്ട് ഇതിൻ്റെ വിശദീകരണം ഇതാണ്, ഇവിടെ ഉദ്ദേശിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് ടിപ്പണി കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടിപ്പണിയായോ രേഖപ്പെടുത്തിയതേ ഇല്ല, കുറേ സൂക്തങ്ങൾ കൊഴിഞ്ഞു പോയെന്നും സംശയിക്കണം. സംശയിക്കുക മാത്രമല്ല, കൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമ്മൾ പറയും. എന്തെന്നാൽ ഹദീസിൽ രേഖപ്പെട്ട ഖുർആൻ സൂക്തങ്ങൾ ചിലത് മുസ്ഹഫിൽ കാണുവാനില്ല. ചില ഹദീസുകൾ മുസ്ഹഫിൽ സൂക്തങ്ങളായും പതിഞ്ഞിട്ടുണ്ട്. ചില സൂക്തങ്ങൾ കണ്ടെടുക്കാതെ പോയി. നബി സഖാക്കളിൽ ചിലർ നിധിയായി സൂക്ഷിച്ചിരുന്ന സ്വന്തം ഖുർആൻ കൈയെഴുത്തേടുകൾ. നബി സഖാക്കളിൽ ചിലർ നിധിയായി സൂക്ഷിച്ചിരുന്ന സ്വന്തം ഖുർആൻ കൈയെഴുത്തേടുകൾ ഖലീഫ ഉസ്മാൻ ഉത്തരവിറക്കി പിടിച്ചെടുത്ത് കത്തിച്ചു കളഞ്ഞു. കാരണം ചില പാഠാന്തരങ്ങൾ തന്നെ അധികാരം ഒപ്പുചേർത്താത്ത ഖുർആൻ ഇനി പഠിക്കേണ്ടതില്ല എന്ന നിലയിൽ കാര്യങ്ങൾ കലാശിച്ചു. എന്നിട്ട് അതിലൊരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. സ്വന്തം കൈയെഴുത്ത് മുസഹഫുള്ള പ്രമുഖ നബി സഖാക്കൾ: ഒന്ന് ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദിന്റെ മുസഹഫിലുള്ള പ്രത്യേകത 113, 114 അധ്യായങ്ങൾ അതിലില്ല, വേറെയും മാറ്റങ്ങൾ. പിന്നെ ഉമർ, ഐഷ, ഹഫ്സ, ഉമ്മു സലമ, അബ്ദുല്ലാ ഇബ്നു സുബൈർ, ഉബൈ ഇബ്നു കഅബ്, അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് ഇവർക്കൊക്കെ സ്വന്തമായി കൈയെഴുത്ത് പ്രതികൾ കയ്യിലുണ്ടായിരുന്നു എന്നാണ് ഹിജാസ് പറയുന്നത്. ഏതായാലും ഇതിൻ്റേതായിട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങളിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും തുടർ എപ്പിസോഡുകളിൽ പോകുന്നതാണ്. ഇനി ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രധാന ഉദ്ദേശ്യമായ റിയാക്ഷനിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മൾ മുൻകഴിഞ്ഞു പോയ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുൻകഴിഞ്ഞു പോയ എപ്പിസോഡുകളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റ് വന്നാൽ ഞാൻ തിരുത്തുമെന്നുള്ളത്. അതിൽപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പരാമർശിച്ചു പോയതിൽ ഒന്നിൽ ഞാൻ ഇബ്നു ഹജറിൻ്റെ ഒരു പ്രസ്താവനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഷാഹിദാവുക, സാക്ഷിയാവുക എന്നത്, ഞാൻ ഷാഹിദ് എന്നുള്ളൊരു പകരം തെറ്റി ഷഹീദ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഷാഹിദ് എന്നാണ്. ഷഹീദ് പറഞ്ഞാൽ പൊതുവെ രക്തസാക്ഷി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഷാഹിദ്, സാക്ഷിയാവുക. ഖുർആൻ്റെ കാര്യത്തിൽ ഒരാളെ സാക്ഷിയായിട്ട് പരിഗണിക്കണമെങ്കിൽ അയാൾ ഖുർആൻ മനപ്പാഠമുള്ളയാളായിരിക്കണം. അതേപോലെ തന്നെ അവിടെ അത് എഴുതിയിരിക്കുകയും വേണം എന്ന രീതിയിൽ ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്. ആ സംഗതിയെക്കുറിച്ച് ഞാൻ ജസ്റ്റ് പരാമർശിച്ച സമയത്ത് അന്നൊരു പിഴവ് തിരുത്തിയതാണ്. പിന്നെ അതേപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സുന്നി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി ആശയ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ഖുർആൻ ക്രോഡീകരിക്കുന്ന സമയത്ത് നമ്മൾ മുമ്പ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെയ്ദ് ഇബ്നു സാബിത്തിനെ വന്നിട്ട് ഉമറും അബൂബക്കറും കൂടിയിട്ട് കൺവിൻസ് ചെയ്യുന്നതും അബൂബക്കറിനെ ഉമർ കൺവിൻസ് ചെയ്യണമൊക്കെ. അപ്പോൾ അബൂബക്കറും സെയ്ദ് ഇബ്നു സാബിത്തൊക്കെ ചോദിക്കുന്നത്, ഇത് മുഹമ്മദ് നബി കാണിച്ചു തന്നിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു ക്രോഡീകരണം, ഇങ്ങനെ ക്രോഡീകരിക്കുന്ന ഒരു ശൈലി കാണിച്ചു തന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ ഉമർ പറയണ ഒരു മറുപടി ഉണ്ട്, വല്ലാഹി ഫീഹി ഖൈർ, അള്ളാഹു ആണ് അതിൽ നന്മ ഉണ്ട്. അപ്പോൾ നബി കാണിച്ചു തന്നിട്ടില്ലെങ്കിലും, മുഹമ്മദ് നബി കാണിച്ചു തന്നിട്ടില്ലെങ്കിലും അതിൽ നന്മ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത് ചെയ്യാമെന്നുള്ളതാണ്. ഇത് സുന്നികൾ ന്യായമാക്കി പിടിക്കുമ്പോൾ അതിന് എന്താണ് മുജാഹിദുകൾക്ക് കൃത്യമായിട്ട് ന്യായം പറയാനുള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു കാര്യം മുഹമ്മദ് നബി കാണിച്ചു തന്നിട്ടില്ല, അങ്ങനെയുള്ളൊരു കാര്യം, എന്നാൽ അതിൽ നന്മയുണ്ട് എന്ന് ഈ ഇവരുള്ള പരമ്പരാഗത സുന്നികൾ കണ്ടെത്തി, അല്ലെങ്കിൽ അവർ അംഗീകരിക്കുന്നതിൽ പണ്ഡിതർ കണ്ടെത്തി. അപ്പോൾ അത് പ്രകാരം അവരൊരു കാര്യം ചെയ്താൽ എങ്ങനെയാണ് ഈ മുജാഹിദ് ജമാഅത്ത് പോലത്തവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഇതിൽ ഒരു എതിർപ്പ് പറയാൻ പറ്റുക എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരുന്ന ആ സമയത്ത്. അപ്പോൾ ഞാനത് ആ സമയത്ത് പങ്കുവെക്കാൻ വിട്ടുപോയി. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. പിന്നെ കാരണം മുഹമ്മദ് നബി ചെയ്യാത്ത കാര്യങ്ങൾ നന്മ ഉണ്ടെങ്കിൽ ചെയ്യാം എന്ന രീതിയിലുള്ളൊരു മാതൃകയാണല്ലോ ഇവിടെ ഉമർ കാണിച്ചു കൊടുക്കുന്നത്, ഉമർ പറയണത്. ഏതായാലും ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശ ലക്ഷ്യമായ റിയാക്ഷനിലേക്ക് കിടക്കാം. അതിലാദ്യത്തെ ഒരു വീഡിയോ തെളിവുകൾ നയിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള അൺമാസ്കിങ് അനോമലീസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഭാഗം ഒന്ന് പ്ലേ ചെയ്യാം. പിന്നെ എവിഡൻസ് എന്തുകൊണ്ട് പരിഗണിക്കണം, അത് എങ്ങനെ നമ്മളെ പുരോഗതിയിലേക്ക് നയിക്കും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എവിഡൻസുകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഈ അടുത്ത് ഖുർആന്റെ പ്രിസർവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിസർച്ച് ചെയ്ത സമയത്ത് കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഖുർആന്റെ ഒരുപാട് മാനുസ്ക്രിപ്റ്റ്സുകളുണ്ട്. ഈ മാനുസ്ക്രിപ്റ്റ്സുകളെല്ലാം ഉസ്മാൻ അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന്, അല്ലെങ്കിൽ ഉസ്മാൻ അള്ളാഹു ഉണ്ടാക്കിയ മുസാഫിൽ നിന്ന് പകർത്തി എഴുതിയതാണ് എന്നുള്ളതിന് എവിഡൻസ് ആയിട്ട് പറയാറുള്ളതെന്ന് വെച്ചാൽ, ഉസ്മാൻ അള്ളാഹുവിൻ്റെ ഇപ്പോൾ ഒരു പദം തന്നെ, അല്ലെങ്കിൽ ഒരു വാക്ക് തന്നെ, അല്ലെങ്കിൽ ഒരു അക്ഷരം തന്നെ പല രീതിയിൽ എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പം അങ്ങനെ പല രീതിയിൽ എഴുതാൻ സാധിക്കും. ഉസ്മാൻ അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഒരേ വാക്ക് തന്നെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റ്സുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ മാനുസ്ക്രിപ്റ്റ്സുകളെല്ലാം ഒരേപോലെയാണ്. ഒരേപോലെ എന്ന് വെച്ചാൽ അതിലെ വാക്കുകൾ സെയിം ആണ് എന്നല്ല,
ആ വാക്കുകൾ എഴുതിയിരിക്കുന്ന രീതികളടക്കം സെയിം ആണ് എന്നുള്ളതാണ്. നമ്മളൊരു ഫോണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിലല്ലേ, നമ്മൾ കമ്പ്യൂട്ടർ യുഗത്തിൽ നമ്മൾ ഫോണ്ട് ഡിഫറെന്റ് ഫോണ്ട് എന്നൊക്കെ ഡിഫറെന്റ് ഫോണ്ട് അല്ലെങ്കിൽ ആ ഡിഫറെന്റ് സ്റ്റൈലിലാണ് എല്ലാം എഴുതിയിട്ടുള്ളതാണ്. ഇത് രണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ഇവര് പകർത്തി എഴുതിയപ്പോൾ അത്രയും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അക്ഷരം പോലും, കാരണം ഒരേ വാക്കാണ്, അത് വേറെ രീതിയിൽ എഴുതിയാലും അതങ്ങനെ തന്നെ വായിക്കുള്ളൂ, പക്ഷെ എന്നിട്ടും അതേ രീതിയിൽ തന്നെ എഴുതുന്നു എന്നുള്ളത്. രണ്ട്, ഇത് ഇൻഡിപെൻഡന്റ് ആയി വേറെ സ്രോതസ് ഒന്നും എഴുതിയാൽ കിട്ടില്ല. ഇപ്പൊ ഒരാൾ ഫാത്തി ഓതുന്നത് കേട്ട് ഞാൻ എഴുതിയാൽ ഇത് കിട്ടില്ല. മുസ്തഫിൽ നിന്ന് ഡയറക്റ്റ് കോപ്പി അടിക്കണം. കാരണം ഫാത്തി ഓതുന്നത് ഓത്ത് ഏത് രീതിയിലും എഴുതാം, മറിച്ച് അതേ ഫോണ്ടിൽ എഴുതണമെങ്കിൽ അതിൽ നിന്ന് ഡയറക്റ്റ് കോപ്പി അടിച്ചതായിരിക്കണം എന്നുള്ളതാണ്. പ്രൊണൗൺസിയേഷൻ ഒക്കെ സെയിം ആണ്, പക്ഷെ ആ എഴുത്തിന്റെ രീതി മാത്രം. അതെ. അപ്പൊ ഇത് മുസ്തഫിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്നുള്ളത് പറയാൻ കാരണം വെച്ചാൽ ഓറലായിട്ട് ഇങ്ങനെ കോപ്പി അടിച്ചതാണെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ ഫോണ്ട് കറക്റ്റ് ആയിട്ട് വരില്ല. അപ്പൊ മുസ്തഫിൽ നിന്ന് കോപ്പി അടിച്ചതാണ്, അതും സൂക്ഷ്മമായിരുന്നു. കാരണം അതുകൊണ്ടാണല്ലോ ഇത് രണ്ടും സെയിം ആവുന്നത്. അത്രയും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മാനുസ്ക്രിപ്റ്റ്സ് അല്ല, ഒരുപാട് മാനുസ്ക്രിപ്റ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ മാനുസ്ക്രിപ്റ്റ്സിൽ തന്നെ ഒരുപാട് വാക്കുകൾ ഇതേപോലെ സിമിലർ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇത് ബൈ ചാൻസ് സംഭവിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. പിന്നെ ഈ മാനുസ്ക്രിപ്റ്റ്സിലെ ടൈമിംഗ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ മാനുസ്ക്രിപ്റ്റ്സുകളെല്ലാം വരുന്നത് ഉസ്മാൻ അള്ളാഹുവിന്റെ കുറച്ച് കാലഘട്ടങ്ങൾക്ക് ശേഷമാണ്. കാരണം അതിൽ നിന്ന് എഴുതിയതാവുമ്പോൾ അതിന്റെ കുറച്ച് കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അത് കോപ്പി അടിക്കണമെങ്കിൽ അതിന് മുമ്പ് എക്സിസ്റ്റ് ചെയ്തായിരിക്കണം. അപ്പം ഈ മാനുസ്ക്രിപ്റ്റ്സുകളെല്ലാം വിരൽ ചൂണ്ടുന്നത് എന്താണ്, അതിന് മുമ്പ് എക്സിസ്റ്റ് ചെയ്ത ഉസ്മാൻ അള്ളാഹുവിന്റെ ആ ഒരു ഖുർആനിലേക്കാണ്. അപ്പോൾ ആ ഒരു ഖുർആനിൽ നിന്ന്, ആ ഒരു സിംഗിൾ ആർട്ട് നിന്നാണ് ബാക്കിയെല്ലാം പകർത്തി ചെയ്യപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഒരു എവിഡൻസ് രീതിയാണ്, എവിഡൻസ് പരിഗണിക്കുന്ന ഒരു രീതിയാണത്. കാരണം അപ്പോ ഷാനു ഇവിടെ പറയുന്ന കാര്യം ഖുർആൻ പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് സമർത്ഥിക്കുകയാണ്. ഇതൊരു 5 മാസം മുമ്പുള്ള വീഡിയോ. അതിനുശേഷം വീണ്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഷാനു ഇതിനെ വിലയിരുത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മാനുസ്ക്രിപ്റ്റിലും വാക്കുകളെല്ലാം സെയിം ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അത്രത്തോളം പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ആ വാദം തെറ്റാണ്. ഒരു വാക്ക് പോലും, അപ്പോൾ ഷാനുവിൻ്റെ ആ വാദത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക, ഒരു വാക്ക് പോലും മാറാതെ അതിൽ എഴുതപ്പെട്ടാലാണ് അത് പ്രിസർവ് ചെയ്യപ്പെട്ടു എന്ന് പറയാൻ പറ്റുക അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഷാനു അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഷാനു വേറെന്തെങ്കിലും വാദം അവിടെ കൊണ്ടുവരണം. എന്നാൽ ഷാനു പറഞ്ഞത് അവിടെ വാക്കുകൾ പോലും മാറാതെ കൃത്യമായിട്ട്, അതും എങ്ങനെയാണോ ഒരു ഉസ്മാനിയ മുസാഫ് എങ്ങനെ നോക്കി എഴുതുമ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതങ്ങനെ തന്നെ കോപ്പി അടിച്ചതാണെന്നുള്ള കറക്റ്റായിട്ട് മനസ്സിലാകുന്ന ഒരു പ്രിസർവ് ചെയ്യപ്പെട്ട മുസഹഫ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഷാനുവിൻ്റെ വീക്ഷണത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് അള്ളാഹു അത് സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, കൃത്യമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉസ്മാനിയ മുസഹഫ് എങ്ങനെയാണോ അങ്ങനെ തന്നെ കൃത്യമായിട്ട്, എങ്ങനെ ഒരു ഏകീകൃതമായ ശൈലിയിൽ കൃത്യമായി അതെന്ത് ചെയ്യണം, ഒരു മാറ്റമില്ലാതെ ലോകത്തെമ്പാടുള്ള മുസാഫിൽ കാണാൻ പറ്റണം. ഒരു മാറ്റം അവിടെ ഒരു ഘടനയിൽ ഉണ്ടാവാൻ പാടില്ല. അതും ഷാനു പറഞ്ഞതിന് എങ്ങനെ കൂടി മനസ്സിലാക്കാം. അറബിൻ്റെ ബോഡി ഉണ്ടല്ലോ, അറബി ലാംഗ്വേജിൻ്റെ ആ ഒരു ഇതിൻ്റെ ബോഡി, ആ ബോഡി അങ്ങനെ തന്നെ കൃത്യമായിട്ട് അവിടെ പാലിക്കപ്പെട്ടു എന്ന രീതിയിലും കൂടി അതിനെ മനസ്സിലാക്കാം. എന്നാൽ അങ്ങനെയാണോ, അങ്ങനെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊരു വിലയിരുത്തൽ ആദ്യം നമുക്ക് നടത്താം. അതാണ് ഏറ്റവും ആദ്യം, ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ, ഈ ഒരു വീഡിയോയുടെ ആദ്യത്തെ പാർട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ആ ഒരു വിലയിരുത്തലാണ്. ഉസ്മാനിയ മുസഹഫിൽ നിന്നുള്ള അതേ ശൈലി തന്നെയാണോ എല്ലാ മുസഹഫിലും എഴുതപ്പെട്ടതെന്ന് ഒന്നാമതായിട്ട് നമുക്ക് നോക്കണം. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഇനി ഈ ഒരു ബോഡി, ഇതിൻ്റെ ആ ഒരു സെൻറ്റൻസുകളുടെയൊക്കെ ബോഡി സെയിം ആണെങ്കിൽ തന്നെ, അത് എഴുതപ്പെട്ട ഒരു രീതി സെയിം ആണെങ്കിൽ തന്നെ ഇതിൻ്റെയൊക്കെ വായന ഇന്ന് അവൈലബിളായ ഖുർആനിലെല്ലാം ഒരേപോലെയാണോ? ഇത് നമുക്കൊന്ന് നോക്കിയാലോ. ഷാനുവിൻ്റെ വീഡിയോ അല്ലെങ്കിൽ വാദം, ഞാൻ 2 വീഡിയോ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് ഒരേപോലെ സംഗതി പറയപ്പെട്ടാൽ മാത്രമേ ഇത് പ്രിസർവ്ഡ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കി. കാരണം അങ്ങനെയാണ് ഷാനു സമർത്ഥിക്കാൻ നോക്കുന്നത്. വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ എങ്ങനെയാണോ മുഹമ്മദ് നബി പഠിപ്പിച്ചത് അങ്ങനെ തന്നെ നിലനിന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, 7 അഹ്റുഫിലാണ് ഇത് ഇറക്കപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് അതിനെ പിന്നെ ഒരു ഏകീകൃതമായ ശൈലിയിലേക്കാണ് ഉസ്മാൻ കൊണ്ടുവരുന്നത്. ആ ഏകീകൃതമായ ശൈലിയിലേക്ക് ഉസ്മാൻ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ കാണപ്പെടേണ്ടത് ഒരൊറ്റ ശൈലിയിൽ കാണണം, എല്ലായിടത്തും ഒരേ ശൈലിയിൽ. എന്നാൽ അതിൽ തന്നെ മാറ്റങ്ങൾ പിന്നീട് വന്നു എന്നതാണ് ഞാൻ സമർത്ഥിക്കാൻ പോകുന്നത്. അതും വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ലോകമെമ്പാടും ഒരൊറ്റ ഖുർആൻ, ഒരേ രീതിയിലുള്ള ഖുർആനാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയാറുണ്ട്. അതും തെറ്റാണ് എന്നതാണ് ഞാൻ സമർത്ഥിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിലേക്കൊന്ന് പോവാം. അപ്പോൾ വാക്കുകളൊക്കെ എഴുതിയ രീതി സെയിമാണ്, അതും കേട്ട് എഴുതിയതല്ല
അത് കണ്ടന്റ് എഴുതിയതാണ് എന്നുള്ളത് അതിന് വ്യക്തമാണ് എന്നൊക്കെയാണ് ഷാന് പറയുന്നത്. ഞാനും എൻ്റെതായൊരു വിലയിരുത്തൽ നടത്തിയപ്പോൾ എനിക്കും മനസ്സിലായത് കേട്ടെഴുതുന്നതിലേറെ ഇതിൽ വന്ന തെറ്റുകൾ, ഖുർആനിൽ ഇന്ന് നിലനിൽക്കുന്ന ഖുർആനുകളിൽ വന്ന തെറ്റുകൾ, അല്ലെങ്കിൽ തെറ്റെന്ന് പറഞ്ഞുകൂടാ, അതിലുള്ള മാറ്റങ്ങൾ, അത് പകർത്തി എഴുതിയ സമയത്ത് പകർത്തെഴുത്തുകാർക്ക് വന്ന മിസ്റ്റേക്കാണെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. കേട്ട് പിന്നീട് എപ്പോഴോ എഴുതിയെടുത്തു എന്നുള്ളതിലേറെ അതിൽ മിസ്റ്റേക്ക് വന്നത് ഇത് പകർത്തി എഴുതിയ സമയത്ത് വന്ന മിസ്റ്റേക്കായിട്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പറയാൻ തോന്നുന്നുണ്ടാവും, വാദം മാറ്റി എന്ന് പറയാൻ തോന്നുന്നുണ്ടാവും. ഞാൻ ഈ വിഷയത്തിൽ പഠനം നടത്തുന്നതും ആദ്യമായി ജനങ്ങളെ മുമ്പിലേക്ക് എത്തുന്നത് ഇപ്പോഴാണ്. അപ്പോൾ എൻ്റെ വാദം മാറ്റി എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റൂല. ഇനി ഞാൻ പറഞ്ഞ കാര്യം അതിലെത്രത്തോളം വസ്തുത ഉണ്ട് അത് നമുക്കൊന്ന് നോക്കിയാലോ. നോക്കാം. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഹഫ്സ് ഖുർആൻ, ഇത് ഹഫ്സാണ്. സാധാരണ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ മലയാളികളൊക്കെ യൂസ് ചെയ്യുന്ന ഹഫ്സാണ്. ഇതൊക്കെ റസ്മുൽ ഉസ്മാനിയാണ് കേട്ടോ. അതായത് റസ്മുൽ ഉസ്മാനി എന്ന് പറയുമ്പോൾ ഉസ്മാൻ അപ്രൂവ് ചെയ്തിട്ടുള്ള, ഉസ്മാൻ ക്രോഡീകരിച്ചിട്ടുള്ള ആ ഒരു ശൈലിയിൽ നിന്ന് പകർത്തി എഴുതി പോകുന്നതാണ് ഷാന് പറഞ്ഞ പോലെ. ഇനി അതിലുള്ള സംരക്ഷണം, അള്ളാൻ്റെ സംരക്ഷണമാണ് ഞാൻ പറയാൻ പോണത്. ഇത് വർഷ ഖുർആനാണ്. വർഷ ഖുർആൻ എന്ന് പറയുമ്പോൾ ലിബിയ പോലത്തെ നാടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഖുർആനാണ്. ചില ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നെറ്റിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, അപ്പോൾ മനസ്സിലാവും വർഷ ഖുർആൻ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ അവസാനത്തെ സൂറത്തുകൾ ഞാൻ നോക്കി വെച്ചാൽ എല്ലാം ഒന്നും ഇതിൽ ചർച്ചയാക്കണില്ല. എന്നാൽ എല്ലാം ചർച്ചയാക്കണം എന്നുണ്ട് എനിക്ക്. ഇതെല്ലാ മാറ്റങ്ങളും ചർച്ചയാക്കണമെന്നുണ്ട്. എന്നാൽ ഏകദേശം കുറച്ച് സാധനങ്ങൾ മാത്രം ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതിൽ ഒന്നാണ് സൂറത്തുൽ ഹദീദിൽ വർഷിലും ഹഫ്സിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഹഫ്സ് ഖുർആനിൽ 24-ാമത്തെ ആയത്തിൽ പറയാണ്, അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖ്ലി വമൻ യതവല്ല ഫഇന്നല്ലാഹ ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അവിടെ ഒരു ഹുവ എന്നുള്ള സംഗതി വരുന്നുണ്ട്. ഇതേ ഹദീദിൽ വർഷ ഖുർആനിലെത്തുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഹുവ കാണാൻ കഴിയൂല. വർഷിൽ നമ്മൾ 24-ാമത്തെ ഇവിടെ വേറെ വിറ്റുണ്ട്. ഇവിടെ 23-ാമത്തെ ആയത്തായിട്ടാണ് ഇതേ ആയത്ത് വർഷിൽ വരുന്നത്. അങ്ങനെ ആയത്തുകളിൽ ഒക്കെ നമ്പറുകളിൽ ഒക്കെ ചേഞ്ച് ഉണ്ട് വർഷിലും ഹഫ്സിലും ഒക്കെ. അതൊക്കെ എത്ര തവണ സ്റ്റാൻഡേർഡൈസ് ചെയ്താണ് ഈ ഖുർആൻ എന്നറിയാം. എന്നിട്ടും ഇങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിൽ യൂസ് ചെയ്യുന്ന ഖുർആനുകളിൽ ഈ ഒരു മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖ്ലി വമൻ യതവല്ല ഫഇന്നല്ലാഹൽ ഗനിയ്യുൽ ഹമീദ്. അപ്പോൾ ആ ഹുവ ഹഫ്സ് ഖുർആനിലുള്ള ഹുവ ലിബിയക്കാര ഖുർആനിൽ ഇല്ല. പകർത്തി എഴുതി ഒരു സ്ഥലത്ത് മറ്റേ സ്ഥലത്തെത്തിയപ്പോൾ സംരക്ഷിക്കപ്പെട്ട ഖുർആനിൽ എന്തില്ല? സംരക്ഷിക്കപ്പെട്ട ഖുർആനിൽ ഹുവ ഇല്ല. ഇനി അടുത്തത് സൂറത്തു സുഖ്റുഫാണ്. അപ്പോൾ സൂറത്തു സുഖ്റുഫിൽ 24-ാമത്തെ വചനം, കാല അവലൗ ജിഅ്തുകും ബി അഹ്ദ. കാല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്നാൽ ഇനി അത് വർഷിലെത്തുന്ന സമയത്ത് അത് കുൽ എന്നാണ്. കുൽ അവലൗ ജിഅ്തുകും ബി അഹ്ദ മിമ്മാ വജത്തും എന്ന് പറഞ്ഞിട്ട് അവിടെ മാറ്റമുണ്ട്. ഒരു സ്ഥലത്ത് കാല പറഞ്ഞത് മറ്റേ സ്ഥലത്ത് കുല്ലാണ്. ഇത് ഒരു സ്ഥലത്തല്ല കേട്ടോ, ഇത് ഒരുപാട് സൂറത്തുകളിൽ ഈ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇല്ല എന്ന് വാദമുള്ളവർ അങ്ങനെ മറുപടിയുമായി വന്നോളൂ. നീ പറയുന്നത് കളവാണ്, അങ്ങനെ കാലിയും കുല്ലൊന്നും ഖുർആനുകൾ തമ്മിൽ മാറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റിൽ വരികയാണെങ്കിൽ നമ്മൾ കൂടുതൽ കാല കുൽ വ്യത്യാസങ്ങൾ കാണിക്കും. ഇതിൽ വർഷിലും ഹഫ്സിലും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കുറേ സ്ഥലങ്ങളിൽ ഈ ഒരു ഹഫ്സിൽ കാല പറയുമ്പോൾ വർഷിലെത്തുമ്പോൾ അത് കുല്ലാണ്. ഇത് ഖിറാഅത്തുകളിലെ മാറ്റമോ, അതായത് മുഹമ്മദ് നബിൻ്റെ കാലത്ത് തന്നെ വന്നിട്ടുള്ള അഹ്റുഫിലുള്ള മാറ്റമോ അല്ലെങ്കിൽ മറ്റേ ഖിറാഅത്തുകൾ തമ്മിലുള്ള മാറ്റമോ ഒന്നും അല്ല എന്നുള്ള കാര്യം 100% ഉറപ്പ്. ഇത് ഷാനു പറഞ്ഞ പോലെ നോക്കി എഴുതി വന്നതന്നെയാണ്. നോക്കി എഴുതി വന്നപ്പോൾ അതിലുണ്ടായ മിസ്റ്റേക്കുകളിൽ പെട്ടാണ് ഇതൊക്കെ. അത്തരം മിസ്റ്റേക്കുകൾ ഈ സ്വഹാബികളുടെ കാലത്ത് ഇത് ക്രോഡീകരിക്കപ്പെട്ട സമയത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇത്തക്കാനിലും മറ്റൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അന്നേ തുടങ്ങിയത് അത് വല്ലാത്തൊരു സംരക്ഷണമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു അവസ്ഥയെ. അപ്പോൾ ഇനി സൂറത്ത് സുഖ്റുഫിലെ മറ്റൊരു സംഗതിയാണ് ഇനി പറയാൻ പോണത് കേട്ടോ.
സൂറത്ത് സുഹ്റുഫിൽ 19-ാമത്തെ ആയത്തിലേക്കാണ് ഇനി പോണത്. വജഅലുൽ മലായികതല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസാ അശഹിദൂ ഖൽഖഹും സതുക്തബു ഷഹാദതുഹും വയുസ്അലൂൻ. അപ്പൊ നമ്മുടെ പറയാൻ പോണ ഭാഗം 19-ാമത്തെ ആയത്തിന്റെ തുടക്ക ഭാഗമാണ്. വജഅലുൽ മലായികതല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസാ, അവരാക്കി, മലക്കുകൾ അവരാക്കി, അല്ലദീനഹും ഇബാദുർ റഹ്മാനി, അള്ളാഹുവിൻ്റെ ദാസന്മാരായിട്ടുള്ള മലക്കുകൾ അവരാക്കി എന്താക്കി? ഇനാസ, പെണ്ണുങ്ങളാക്കി മാറ്റി, അതായത് സ്ത്രീകളാക്കി മാറ്റി. മലക്കുകൾ, മാലാഖമാർ എന്നാണല്ലോ നമ്മൾ മലയാളത്തിൽ പറയില്ല. അപ്പൊ ഈ മലക്ക്, അന്നത്തെ അറബികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് അല്ലെങ്കിൽ അന്നത്തെ ആൾക്കാർ ഈ മലക്ക് എന്ന് പറഞ്ഞാൽ അത് പെണ്ണാണ്, സ്ത്രീലിംഗമാണ്, അത് പെണ്ണുങ്ങളാണ് എന്ന രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരത്തെ പെണ്ണുങ്ങളുള്ള ആൾക്കാരല്ല കേട്ടോ, നമ്മൾ ദേവിമാർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു സംഗതിയാണ് മലക്കുകൾ എന്ന് ആര് പറഞ്ഞു? അവിടുത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ആര് പറയാണ്? ഖുർആൻ പറയാണ്. എന്നിട്ട് ഖുർആൻ ചോദിക്കണം, ആ ഷഹീദു ഹൽക്കഹും, ഈ മലക്കുകൾ ഉണ്ടാക്കുന്നവർ സാക്ഷ്യം വഹിച്ചിരുന്നു. നമ്മുടെ ചർച്ചാ വിഷയം അതല്ല. ഇത് ഞാൻ ഇപ്പോൾ വായിച്ചത് ഹഫ്സ് ഖുർആൻ, നമ്മുടെ സ്വന്തം, നമ്മൾ മലയാളികൾ ഇവിടെ പാരായണം ചെയ്യുന്ന ഹഫ്സ് ഖുർആൻ എന്നാണ്. ഇനി ഞാൻ വായിക്കാൻ പോണത് വർഷ ഖുർആൻ, ലിബിയക്കാരുടെ ഖുർആനായിട്ടുള്ള വർഷ ഖുർആൻ. കേരളത്തിലുള്ള ഹാഫിദീങ്ങൾ, ഖുർആൻ മനപ്പാടാക്കുന്ന ആൾക്കാർ ഹഫ്സ് മനപ്പാടാക്കുന്ന സമയത്ത് അവിടെ വർഷ മനപ്പാടാക്കണം. അപ്പം ലിബിയയിലുള്ള ഒരു കുട്ടി, ഖുർആൻ മനപ്പാടാക്കിയൊരു കുട്ടി ഓതുകയാണ്. എന്താണ് ഓതുന്നത്? വജഅലുൽ മലായികതല്ലദീന ഹും ഇൻദർ റഹ്മാനി ഇനാസാ. ഹഫ്സിൽ ഇബാദുർ റഹ്മാൻ എന്നാ പറഞ്ഞത് അല്ലെ, റഹ്മാനായ റബ്ബിന്റെ ദാസൻ. എന്നാൽ അത് വർസിലെത്തുമ്പോ ഇൻദർ റഹ്മാൻ, അതായത് റഹ്മാന്റെ അടുക്കൽ, റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ, അടുത്ത് അല്ലെ. വജഅലുൽ മലായികതല്ലദീന ഹും, അവര് മലക്കുകളാക്കി, ഇൻദർ റഹ്മാനി ഇനാസാ, അപ്പുറത്ത് അള്ളാഹുവിന്റെ ദാസന്മാരായ മലക്കുകളെ അവർ സ്ത്രീകളാക്കി, പെണ്ണുങ്ങളാക്കി. ഇവിടെ എന്താ? ഇവിടെ വജഅലുൽ മലായികതല്ലദീന ഹും ഇൻദർ റഹ്മാനി ഇനാസ, അവർ മലക്കുകളെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവരെന്താക്കി? പെണ്ണുങ്ങളാക്കി മാറ്റി. ഇതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇബാദുർ റഹ്മാനും ഇൻദർ റഹ്മാനും എങ്ങനെയുണ്ട് പ്രിസർവേഷൻ? അത് ഒന്നേറെ ഈ പ്രശ്നം വരുന്നത് വെച്ചാൽ ഏറ്റവും അറബിൻ്റെ ഏറ്റവും ആദ്യത്തെ രൂപത്തിൽ വള്ളി പുള്ളിയൊന്നും ഇല്ല എന്നുള്ളതാണ്. വള്ളി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ ഇകാരത്തിനുള്ള ചിഹ്നം, ഈ ചിഹ്നം, ഊ ചിഹ്നം എന്നൊക്കെ പറഞ്ഞിടൂലേ, അതേപോലെ അറബിയിലുള്ളതാണ് എന്ത്? ഫതഹ്, കസ്ർ, ദമ്മ് എന്നൊക്കെ പറയും. ആ സംഗതി അറബിയിൽ അന്ന് കോമൺ ആയിട്ട് യൂസ് ചെയ്യൂല, അന്ന് യൂസേ ചെയ്യൂല ഏറ്റവും തുടക്കത്തിൽ. ഇന്ന് അത് യൂസ് ചെയ്യെങ്കിലും അത് യൂസ് ചെയ്യാത്തത്, വ്യാപകമായി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ അടുത്താണ് തുടങ്ങുന്നത്. അല്ലാത്ത ഒരുവിധം സംഗതികളിലൊക്കെ അറബിയിൽ ഇവർ ഫതഹും കസറും യൂസ് ചെയ്യൽ കുറവാണ്. ഞാൻ കണ്ടതിലൊക്കെ അങ്ങനെയാണ്. കിതാബുകളിലൊക്കെ പഴയ ഇസ്ലാമിക പ്രമാണങ്ങളിലൊന്നും ഫതഹും കസറും കാണാൻ പറ്റില്ല. എന്നാൽ അത് മാത്രമല്ല, പുള്ളിക്കുത്തുകൾ തന്നെ ഉണ്ടായിരുന്നില്ല ആദ്യത്തെ അറബിയിൽ. ഇപ്പം നൂന്, താ, ബാ എന്നൊക്കെ പറയുന്ന അക്ഷരങ്ങൾ തിരിച്ചറിയാനുള്ള പുള്ളികൾ തന്നെ അന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏകദേശം ഇതൊക്കെ എന്താണെങ്കിലും ഇബാദു എന്നാണെങ്കിലും ഒക്കെ എഴുതുമ്പോൾ ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ ഉസ്മാൻ ഒരു സ്ഥലത്ത് എഴുതിച്ചതിനെ പിന്നെ പകർത്തി എഴുതി ഇതിങ്ങനെ ലിബിക്ക് എത്തിയപ്പോൾ, ലിബിയൻ്റെ ഭാഗത്തേക്ക് എത്തിയ സമയത്ത് ഉസ്മാൻ കൊടുത്തയച്ച ഒരു പകർപ്പ് അവിടെ എത്തി, അവിടുന്ന് പകർത്തി എഴുതി ഇങ്ങനെ പോയപ്പോൾ അവര് എന്താക്കി മാറ്റി? അവര് ഇൻദർ റഹ്മാൻ എന്നുള്ളത് അല്ല, അവര് ഇബാദുർ റഹ്മാനെ പിടിച്ച ഇൻദർ റഹ്മാൻ ആക്കി. അത് പിന്നെ കാലങ്ങളായി അവിടെ അംഗീകരിക്കപ്പെടുകയും അത് അവിടുത്തെ പ്രബലരായ ആളുകൾ ഓതി വരികയൊക്കെ ചെയ്തപ്പോൾ പിന്നെ ഇപ്പുറത്തത് എതിർക്കപ്പെടാതെയുമായി. കാരണം രണ്ടും റസ്മുൽ ഉസ്മാനിയാണ്. റസ്മുൽ ഉസ്മാനി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബോഡി ആ ഒരു ഉസ്മാന്റെ ശൈലി തന്നെയാണ്, ഉസ്മാനിയ എഴുത്തിൻ്റെ, ഉസ്മാൻ ക്രോഡീകരിച്ച ആ ഒരു ശൈലിൻ്റെ ഒരു രീതി തന്നെ വരുന്നതെന്നുള്ളതുകൊണ്ട് അവരെന്ത് ചെയ്തു? അത് അംഗീകരിച്ചു കൊടുത്തു. എന്ന് മാത്രമല്ല പരക്കെ ഉപയോഗിക്കപ്പെടും കൂടി ചെയ്താൽ അത് അംഗീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അതിൻ്റെ പേരിൽ വേറെ അടി ചിലപ്പോൾ ഉണ്ടാവും. കാരണം ഉസ്മാന്റെ ഒറിജിനൽ സംഗതി ഞങ്ങൾക്ക് കിട്ടിയത്, അപ്പം ഞങ്ങൾ പറഞ്ഞാൽ ശരി എന്ന് അവർ പറയും. അതല്ല, ഉസ്മാൻ്റെ അത് അങ്ങനെ തന്നെ കിട്ടിയത് ഞങ്ങൾക്കാണ്, ഞങ്ങളാണ് ഉസ്മാന്റെ നാട്ടുകാർ, അതുകൊണ്ട് ഇത് ഞങ്ങളതാ ശരി എന്ന് ഇപ്പുറത്ത് പറഞ്ഞ അടി ഉണ്ടാക്കും. അങ്ങനെ ആകെ അടിയേക്കാരം. അപ്പം അടി ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് ഇത് അംഗീകരിച്ചു കൊടുത്ത പോലെ എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ഈ ഒരു സംഗതി അംഗീകരിച്ചു കൊടുക്കണതിൽ ഞാൻ ഒരു യുക്തിയും കാണുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഏതൊരു ഹദീസിലുണ്ട് തോന്നുന്നു ആശയം ഏകദേശം ഹലാല് ഹറാം ഇതൊക്കെ ഇങ്ങനെ കിട്ടിയാൽ മതി,
അല്ലാതെ എന്തെങ്കിലും മാറ്റം വന്നാൽ അത് കാര്യമാക്കണമെന്ന രീതിയിൽ ഒരു ഹദീസ് കണ്ട പോലെ തോന്നുന്നുണ്ട്. ഞാൻ ഉറപ്പിക്കുന്നില്ല. അത് എന്തായാലും നമ്മുടെ തുടർന്നുള്ള ഇത്കാൻ ചർച്ചകളിൽ അത് നമ്മൾ പറയും. അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിൽ ഉറപ്പായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ശൈലിയും ഇങ്ങനെ മാറുന്ന സമയത്ത് ഉറപ്പായിട്ട് അർത്ഥം മാറുന്നു, അതിൻ്റെ പേരിൽ കച്ചറുണ്ടാകുന്നു, മുഹമ്മദ് നബിക്ക് അന്നേ അറിയായിരുന്നു എന്നുള്ളതാണ്. അത് ഏകദേശം ഈ സബഅത്തി അഹ്റുഫിൻ എന്നുള്ള പറഞ്ഞ തന്നെ അത്തരം ഒരു സിറ്റുവേഷനിൽ അതിങ്ങനെ അർത്ഥം മാറിയിട്ട് ഓതുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട സമയത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തടി തപ്പാൻ വേണ്ടിയിട്ട് ഒരു സബഅത്തി അഹ്റുഫിൻ എന്നുള്ളൊരു സംഗതി ഇറക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണമുണ്ട്. കാരണം ആ ഒരു സബഅത്തി അഹ്റുഫിൻ നമ്മൾ ആ ഒരു ഹദീസ് പ്രബലമായ ഒരു ഹദീസാണ്. എന്നാൽ ആ ഹദീസിനെ തുടർന്ന് പിന്നെ നമ്മൾ എവിടെ ഈ സബഅത്തി അഹ്റുഫിൻ കാണുന്നില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നൊക്കെ പടച്ചോൻ പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഇവർ ഈ 7 ശൈലിയിൽ ഇറക്കിയ ഖുർആൻ്റെ ആ 7 ശൈലി സനതോട് കൂടിയിട്ട് സംരക്ഷിച്ചത് എവിടെയും നമുക്ക് കാണില്ല. ഇവരെ പടച്ചോനെ സംരക്ഷിച്ച് നമ്മളെവിടെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ഒരു വിലയിരുത്തലേക്ക് എത്തുന്നത്. ഇനി അടുത്തത് സോഫാത്ത് സൂറത്തിൽ 130-ാമത്തെ ആയത്തിൽ സലാമുൻ അലാ ഇല്യാസീൻ എന്ന് നമുക്ക് കാണാൻ പറ്റും ഹഫ്സ് ഖുർആനിൽ. അതേസമയം വർഷിൽ ഇതെത്തുമ്പോൾ സലാമുൻ അലാ ആലി യാസീൻ എന്നാണ് നമുക്ക് കാണാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഇനി അടുത്തൊരു സൂറത്ത് റൂമാണ്. സൂറത്ത് റൂമിൽ ഉള്ള സംഗതികൾ പറയുന്നതിന് മുമ്പ് പറയാനുള്ളത്, ഇതിൽ 22-ാമത്തെ ആയത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നാൽ അതേ ആയത്ത് 23-ാമത്തതാണ് ഏതിൽ വർഷിൽ വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ആയത്തിൽ തന്നെ ഇങ്ങനെ ഒരേ മുസാഫിൽ നിന്ന് പകർത്തി എഴുതിയ സാധനമായിട്ടും ഇതിലെന്ത് വരികയാണ്, ആയത്തിൽ കൺഫ്യൂഷൻ വരികയാണ്. ഏതാണ് ഈ ഒരു ആയത്ത്, ഈ സൂറത്തിൽ എത്ര ആയത്താണ് എന്നുള്ള സംഗതിയിൽ തന്നെ കൺഫ്യൂഷൻ വരിക. ആ ഒരു അള്ളാഹുവിൻ്റെ സംരക്ഷണം ഓർത്ത് ഞാൻ അത്ഭുതം കൂറുകയാണ്. ഇനി ആയത്തിൻ്റെ നമ്പർ ഇപ്പോൾ കുറച്ച് മാറിയപ്പോൾ എന്താ കുഴപ്പം, ഉള്ള ആയത്തും കയ്യിലില്ലേ എന്നായിരിക്കും ചോദ്യം. ഉള്ള ആയത്തിൻ്റെ കോലാണ് ഇപ്പോൾ ഞാൻ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് റൂമിലുള്ള 22-ാമത്തെ ആയത്ത്, വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർളി വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലിമീൻ. തീർച്ചയായും അതിൽ അറിവുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലിമീൻ. തീർച്ചയായും അതിൽ അറിവുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്നാൽ ഇനി അത് വർഷിലേക്ക് എത്തുമ്പോഴോ, വർഷിലെത്തുന്ന സമയത്ത് അവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ, അവിടെ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലമീനാണ്. തീർച്ചയായും ലോകർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. മറ്റോടത്ത് അറിവുള്ളവർക്കേ ദൃഷ്ടാന്തമുള്ളൂ. ഇവിടെ വർഷിലെത്തുമ്പോൾ ലോകത്തിന് മുഴുവൻ ദൃഷ്ടാന്തം ഉണ്ട് എന്നുള്ളതാണ്. സംരക്ഷണത്തിൻ്റെ പ്രശ്നമാണ് ഇതൊക്കെ. ശരിക്ക് സർവലോകജ്ഞാനിയായ അള്ളാഹുവിന് അറിയില്ലായിരുന്നോ ഇതിന് പുള്ളിയും കുത്തൊക്കെ മര്യാദക്ക് കൊടുത്തിരുന്നെങ്കിൽ, അതുപോലെ ഫതഹും കസറും ദൊമ്മൊക്കെ അന്നേ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നമൊന്നും ഉണ്ടാകൂല എന്നുള്ളത് എന്തേ അള്ളാഹ്ക്ക് അറിയാതെ പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ അന്നത്തെ അള്ളാഹ്ക്ക് ഇതൊന്നും അറിയില്ലായിരിക്കും. അറബി അന്നത്തെ രൂപം എങ്ങനെയാണ് അങ്ങനെ തന്നെ അങ്ങനെ പകർത്തി ചെയ്താലും ആൾക്കാർക്ക് അബദ്ധം പറ്റണമെന്ന് മൂപ്പർക്ക് അറിയണ്ടാവില്ല. ഏതായാലും ഇപ്പോൾ മൂപ്പർ മനസ്സിലാക്കിയിട്ടുണ്ട് നല്ല പോലെ. കാരണം ഇതിപ്പോൾ ഞാനൊരു ഹഫ്സും വർഷം മാത്രം വായിക്കണം. ഇനി കാലൂനും ഷോബിയും ഒക്കെ കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് വായിക്കുമ്പോൾ അവിടെയൊക്കെ ഈ രീതിയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ സൂറത്തു റൂമിലുള്ള ആയത്തിൽ വമിൻ ആയാത്തിഹി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഖൽഖുസ് സമാവാതി വൽ അർളി വഖ്തിലാഫു അൽസിനതികും വ അൽവാനിക്കും. ആകാശഭൂമികളുടെ ആ ഒരു സൃഷ്ടിപ്പ്, പിന്നെ അതേപോലെ തന്നെ വഖ്തിലാഫു അൽസിനതിക്കും നിങ്ങളുടെ ഭാഷകളിലുള്ള വ്യത്യാസങ്ങൾ, വൽവാനിക്കും നിങ്ങളുടെ നിറങ്ങളിലുള്ള വ്യത്യാസങ്ങൾ. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലിമീൻ. ഹഫ്സിൽ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന ഖുർആനിൽ ആ ഖുർആൻ പ്രകാരം ഇത് അറിവുള്ളവർക്കാണ് ഇതൊക്കെ ദൃഷ്ടാന്തമായി മാറുന്നത്. അപ്പോൾ അറിവില്ലാത്തവരെ സംബന്ധിച്ചതൊന്നും എന്തല്ല ദൃഷ്ടാന്തങ്ങളല്ല എന്ന് വന്നു. എന്നാൽ ഇനി വർഷിലേക്ക് എത്തുന്ന സമയത്ത് അത് ആയാത്തിൽ ആലമീനാണ്, ലോകർക്ക് മുഴുവൻ ദൃഷ്ടാന്താണെന്നുള്ളതാണ്. ഓക്കെ, അർത്ഥത്തിൽ അവിടെ രണ്ടിടത്തും ചേഞ്ച് വന്നു. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് സൂറത്തുൽ ഖസസിലുള്ള മാറ്റാണ്. സൂറത്തുൽ ഖസസിൽ
8-ാമത്തെ ആയത്ത് ഫലമ്മാ ജാഅഹുമുൽ ഹഖ്ഖു മിൻ ഇൻദിനാ ഖാലു ലൗലാ ഊതിയ മിത്ല മാ ഊതിയ മൂസ അവലം യക്ഫുറൂ ബിമാ ഊതിയ മൂസ മിൻ ഖബൽ ഖാലു സിഹ്റാനി തദാഹറാ വഖാലു ഇന്നാ ബികുല്ലിൻ കാഫിറൂൻ. എന്താണ് അതിന്റെ അർത്ഥം? എന്നാൽ നമ്മുടെ പക്കൽ നിന്നുള്ള സത്യം മുഹമ്മദ് നബി മുഖേന അവർക്ക് വന്നെത്തിയപ്പോൾ അവർ പറയുകയാണ്, മൂസാക്ക് നൽകപ്പെട്ടതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ ഇവന് നൽകപ്പെടാത്തത് എന്താണ് എന്ന്. എന്നാൽ മുമ്പ് മൂസാക്ക് നൽകപ്പെട്ടതിൽ അവർ അവിശ്വസിക്കുകയുണ്ടായില്ലേ? അവർ പറഞ്ഞു, പരസ്പരം പിന്തുണ നൽകിയ 2 ജാലവിദ്യകളാണിവ, ഞങ്ങൾ ഇതൊക്കെ അവിശ്വസിക്കുന്നവരാണ് എന്നും അവർ പറഞ്ഞു. കാഫിറുകളായ ആളുകൾ, നിഷേധികളായ ആൾക്കാർ, അവർ പറഞ്ഞു മൂസാ നബിക്ക് കൊടുത്ത പോലത്തെ ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങളൊക്കെ എന്തേ ഇയാൾക്ക് കൊടുക്കപ്പെടാത്തതെന്ന്. അപ്പോൾ ആ കൊടുക്കപ്പെട്ട സമയത്ത്, മൂസാക്ക് കൊടുക്കപ്പെട്ട സമയത്ത് അന്നത്തെ നിഷേധികൾ പറഞ്ഞെന്ത്? ഇന്നാ ബികുല്ലിൻ കാലു, അവർ പറഞ്ഞു സിഹ്റാനി തലാഹറാ വഖാലു ഇന്നാ ബികുല്ലിൻ കാഫിറൂൻ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു പരസ്പരം പിന്തുണ നൽകിയ 2 ജാലവിദ്യകളാണിവ, ഞങ്ങളിതൊക്കെ അവിശ്വസിക്കുന്നവരാണ് എന്നും അവർ പറഞ്ഞു. അവിടെ മൂസാ നബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അത് എന്താണ്? പരസ്പരം പിന്തുണ നൽകുന്ന 2 ജാലവിദ്യകളാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അതേ സമയം നമ്മുടെ വർഷ ഖുറാനിൽ, ഇപ്പം ഹഫ്സത്തെ വായിച്ച്, ഇനി വർഷ ഖുറാനിലെത്തുമ്പോൾ അവിടെ വേറെ രസമുണ്ട്. അവിടെ ഇതേ ആയത്ത് പറയുന്ന സമയത്ത് ഫലമ്മാ ജാഅഹുമുൽ ഹഖ്ഖു മിൻ ഇൻദിനാ ഖാലു ലൗലാ ഊതിയ മിത്ല മാ ഊതിയ മൂസ അവലം യക്ഫുറൂ ബിമാ ഊതിയ മൂസ മിൻ ഖബൽ ഖാലു സാഹിറാനി തലാഹറാ. അവരെന്താ പറയണത്? ഖാലു സാഹിറാനി തലാഹറാ വഖാലു ഇന്നാ ബികുല്ലിൻ കാഫിറൂൻ. പരസ്പരം പിന്തുണ നൽകിയ 2 ജാലവിദ്യക്കാരാണ് എന്നാണ് ആര് പറയുന്നത്? അന്ന് കാഫിറുകൾ പറഞ്ഞു എന്ന് ഖുർആൻ പറയുന്നത്. ആരെ ഖുർആൻ? ലിബീത്തെ ഖുർആൻ, സൗദിത്തെ ഖുർആൻ, നമ്മളൊക്കെ ഓതുന്ന ഖുർആൻ പറയുമ്പോൾ അതിൽ പറയണത് പരസ്പരം പിന്തുണ നൽകിയ 2 ജാലവിദ്യകളാണിവ. എന്നാൽ അത് ലിബിക്ക് എത്തുമ്പോൾ പരസ്പരം പിന്തുണ നൽകിയ 2 ജാലവിദ്യക്കാരാണിത് എന്ന നിലക്കാണ് അവിടെ പറയുന്നത്. സാഹിറും സിഹറും. ഇങ്ങനെ മാറ്റങ്ങൾ എങ്ങനെയാണ് ഈ സംരക്ഷിക്കപ്പെട്ടതിൽ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്നതെന്നുള്ളതാണ്. ഇനി അടുത്ത വായിക്കാൻ പോണത് സൂറത്തുൽ അംബിയ. ഹഫ്സില് 112-112 ആയത്തില് കാല റബ്ബിഹ്കും ബിൽ ഹക്ക് എന്ന് പറഞ്ഞു കൊടുത്ത് വർഷിലെത്തുമ്പോ കുൽ റബ്ബിഹ്കും ബിൽ ഹക്ക് എന്നാണ് വർഷില് പറയണത്. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ, ഇഷ്ടം പോലെ മാറ്റങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോ കുറെ നമ്മളിങ്ങനെ പറഞ്ഞു, അതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എന്താ പറയുക, ഒരു ചടപ്പ് പോലെ ചിലപ്പോൾ തോന്നും. കാരണം ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സംഗതി ഒരേ പാറ്റേണിൽ ഇങ്ങനെ പറഞ്ഞു പോകല്ലേ. ഹഫ്സിൽ പറഞ്ഞത് വർഷിൽ പറഞ്ഞ, ഹഫ്സിൽ പറഞ്ഞ വർഷിൽ പറഞ്ഞ ഇങ്ങനെ പറയാം. അപ്പോൾ ഇതിൽ ഒന്ന് പറയാനുള്ളത്, ഇങ്ങനെ വർഷവും ഹഫ്സും തമ്മിൽ ആ കാലയും കുല്ലും തമ്മിലുള്ളൊരു മാറ്റം അത് നല്ല പോലെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ഈ ലസാഹിറുൻ ലസിഹറുൻ എന്ന് പറഞ്ഞിട്ടുള്ള മാറ്റം ഉണ്ട്. അതില് ഹഫ്സ് ഖുർആനില് സൂറത്ത് യൂനുസ് സൂറത്തില് 2-ാമത്തെ ആയത്തില് അകാന ലിന്നാസി അജബ അൻ ഔഹൈനാ ഇലാ റജുലിൻ മിൻഹും അൻ അൻദിരിൻ നാസ വബശ്ശിരിൽ ലദീന ആമനൂ അന്ന ലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം ഖാലൽ കാഫിറൂന ഇന്ന ഹാദാ ലസാഹിറും മുബീൻ. നിശ്ചയമായിട്ടും കാഫിര്യങ്ങൾ പറയാണ് തീർച്ചയായിട്ടും ഇതൊരു എന്താണ് ലസാഹിറു മുബീൻ, വ്യക്തമായി ഇതൊരു സാഹിറാണ്, ജാലവിദ്യക്കാരനാണെന്ന് പറയുമ്പോൾ അത് വർഷിലെത്തുന്ന സമയത്ത്, വർഷ ഖുറാനിലെത്തുമ്പോൾ ഇന്ന ഹാദാ ലസിഹറു മുബീൻ, നിശ്ചയമായി ഇതൊരു ജാലവിദ്യ തന്നെയാണ് എന്നാണ് അവിടെ പറയണത്. അപ്പം ഇങ്ങനെ ഒരുപാട് എന്താ മാറ്റങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അവസാനിപ്പിക്കും മുമ്പ് ഒരിക്കൽ കൂടി ചില കാര്യങ്ങൾ ഈ ഒരു വീഡിയോയെ ആസ്പദമാക്കിയിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഷാനു പറഞ്ഞത് ഇങ്ങനെ ഒത്തുനോക്കിയ സമയത്ത്, വ്യത്യസ്ത തരം ഖുർആനുകൾ ഒത്തുനോക്കിയ സമയത്ത് ഇതെല്ലാം ഒരേ ലിപിയിൽ നിന്ന് പകർത്തി എഴുതിയതാണ്, കോപ്പി അടിച്ച് എഴുതിയതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും, അത്രത്തോളം പ്രിസർവ്ഡ് ആണെന്നുള്ള രീതിയിലാണ്. എന്നാൽ അവിടെ തന്നെയുള്ളൊരു സംഗതി ഉണ്ട്. ഈ ഖുർആന്റെ സംരക്ഷണത്തിൻ്റെ ഘട്ടങ്ങൾ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോഴേ അവിടെ മുഹമ്മദ് നബിൻ്റെ കാലത്ത് കൃത്യമായി അത് എഴുതി A to Z എഴുതി മനപ്പാടാക്കി അങ്ങനെ കൃത്യമായി സൂക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് പിന്നത്തെ ഖുർആൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എല്ലാം തീർച്ചയായിട്ടും നമ്മുടെ വരും എപ്പിസോഡുകളൊക്കെ വിശദമായി തന്നെ വരുന്നുണ്ട്.
നഷ്ടപ്പെട്ടത്, ഇപ്പോഴും ഒരു വിവരം ഇല്ലാത്തത്, എന്നാൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുള്ളത്, അങ്ങനത്തെ നമ്മൾ പരമുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ പിന്നീട് വന്ന റസ്മുൽ ഉസ്മാനിയും മുസാഫിലും വന്നിട്ടുണ്ടോ ഇല്ലെന്ന് സംശയം ഉന്നയിച്ചാൽ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതായത് ഒന്നുകിൽ ചില കാര്യങ്ങൾ കൂടാൻ, ചില കാര്യങ്ങൾ കുറയാനൊക്കെ ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം അതിൻ്റെ ചില സൂചനകൾ നമുക്ക് വർഷ ഖുർആനും ഹഫ്സ് ഖുർആനും കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്, ചില ചെറിയ ചെറിയ സൂചനകൾ. കംപ്ലീറ്റ്ലി അതേപോലെ തന്നെ കിട്ടിയോ എന്നുള്ള ഒരു സംഗതി ചെക്ക് ചെയ്യാൻ ഉമ്മുൽ ഖുർആൻ എന്ന രീതിയിൽ, ഉമ്മുൽ ഖുർആൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉമ്മുൽ ഖുർആൻ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് അറിയോ? ഉസ്മാൻ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക്, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്കായി അയാൾ ക്രോഡീകരിച്ച ആ ഖുർആനിൻ്റെ പ്രതികളെ അയാൾ കൊടുത്തുവച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രതി പോലും ഇന്ന് ലഭ്യമല്ല. ഇനിയിപ്പോൾ ലഭ്യമായ അന്നത്തേക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന ചില പ്രതികളുണ്ട്. ആ പ്രതികൾ അന്നത്തേതാണ് അതാണെന്നൊക്കെ വാദിക്കാം. ഇനി വാദിച്ചാലും ഇല്ലെങ്കിലും അന്നത്തേതെന്ന് പറയാവുന്ന കംപ്ലീറ്റ്ലി ഫുള്ളായിട്ടും അവൈലബിൾ ആയ ഒരു മുസാഫും അന്നത്തേത് ഇല്ല, മാനുസ്ക്രിപ്റ്റ് ഇല്ല. മാനുസ്ക്രിപ്റ്റ് അവൈലബിൾ ആയതൊക്കെ ഉള്ളത് പിന്നെയും കുറേ സമയം കഴിഞ്ഞിട്ടുള്ളതാണ്. അത് മാനുസ്ക്രിപ്റ്റും അതുപോലെ ഈ സ്റ്റാൻഡർഡൈസേഷൻസിൻ്റെ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാണ്ട്. UAE തന്നെ പലതരം ഖുർആൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, 1 മാസം മുമ്പോ മറ്റുള്ള. അത് വെച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ മാനുസ്ക്രിപ്റ്റുകൾ എങ്ങനെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ചു, അതുപോലെ സ്റ്റാൻഡർഡൈസേഷൻസ് എങ്ങനെയൊക്കെയാണ് വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചെറിയൊരു ചർച്ച കൂടി നമുക്ക് അതിൻ്റെ കൂടെ നടത്താം. അപ്പോൾ ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഉസ്മാൻ കൊടുത്തയച്ച പ്രതിയോ അല്ലെങ്കിൽ പ്രതിയാണെന്ന് കൃത്യമായ തെളിവുള്ളതോ അല്ലെങ്കിൽ അന്നത്തെ കാലത്തേക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ്ലി ഫുള്ളായിട്ടുള്ള ഇന്നത്തെ രൂപത്തിലുള്ള ഒരു ഖുർആൻ്റെ പക്കാ ഒരു സാധനമോ നമുക്ക് കിട്ടാനില്ല. ഫാത്തിഹ മുതൽ നാസ് വരെ, ബിസ്മി മുതൽ നാസിൻ്റെ അവസാന ആയത്ത് വരെ വരുന്ന രീതിയിലുള്ള ഒരു ക്രോഡീകൃതമായ രൂപം കിട്ടാനില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.